CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് EDയുടെ പ്രത്യേക അന്വേഷണ സംഘം വീണ വിജയൻ്റെ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള MG റോഡിലെ ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള HDFC ബാങ്കിൻ്റെ ശാഖയിലാണ് കൊച്ചിയിൽ നിന്നെത്തിയ EDയുടെ അന്വേഷണ സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 27-ാം തീയതി വീണ വിജയൻ്റെ അല്ലെങ്കിൽ വീണ വിജയൻ്റെ പിതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതി റെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബാങ്ക് ലോക്കർ മരവിപ്പിച്ചിരുന്നു. HDFC ബാങ്കിൻ്റെ ആ ബാങ്ക് ലോക്കർ മരവിപ്പിച്ചിരുന്നു. അങ്ങനെ മൊത്തം ഏകദേശം 242ഓളം ബാങ്ക് അക്കൗണ്ടുകളാണ് ED ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മരവിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപയും മരവിപ്പിച്ചിട്ടുണ്ട്. ആ 242 ബാങ്ക് അക്കൗണ്ടിൽ ഒന്നാണ് വീണ വിജയൻ്റെ HDFC ബാങ്കിലുള്ള തിരുവനന്തപുരത്തെ HDFC ബാങ്കിലെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ അക്കൗണ്ടാണ് കഴിഞ്ഞ മാസം മരവിപ്പിച്ചത്. വീണ വിജയൻ്റെ നിക്ഷേപങ്ങൾ സംബന്ധിച്ച് ഒക്കെ കൂടുതൽ വ്യക്തത ലഭിക്കും എന്നാണ് ED പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീണ വിജയനെ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ED സംഘം ചോദ്യം ചെയ്തിരുന്നു. 172ഓളം ചോദ്യങ്ങളാണ് വീണ വിജയനോട് ചോദിച്ചത് എന്നാണ് ഇതുവരെ പുറത്തു വരുന്ന വിവരം. പക്ഷേ പല ചോദ്യങ്ങളോടും വീണ വിജയൻ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. ഒന്നിനെക്കുറിച്ച് പല കാര്യങ്ങൾക്കും വ്യക്തതയില്ല അല്ലെങ്കിൽ ഓർക്കുന്നില്ല എന്ന ഒരു മറുപടി കൂടിയാണ് നൽകിയിട്ടുള്ളത്. അതിനകത്ത് കൂടുതൽ വ്യക്തത വരുത്താൻ ഈ ബാങ്ക് ലോക്കർ പരിശോധന കൂടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീണ വിജയനെ കൂടാതെ CMRLൻ്റെ മാനേജ്മെൻറ്റിൽ പെടുന്ന ശശിധരൻ കർത്തയുടെ മക്കളെയും ഭാര്യയെയും ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച തെളിവുകളും അതോടൊപ്പം തന്നെ വീണ വിജയൻ നൽകിയ മൊഴിയൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ബാംഗ്ലൂരിലെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എക്സാലോജിക്കിൻ്റെ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ സ്വാഭാവികമായും ബാംഗ്ലൂരിലെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി പറയാൻ തനിക്ക് കഴിയില്ല. കാരണം അതിൻ്റെ സാമ്പത്തിക ഇടപാടൊക്കെ നടത്തിയിരുന്നത് അതിലെ ജീവനക്കാരായിരുന്നു എന്ന മറുപടിയൊക്കെയാണ് നൽകിയത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തത ഈ ഒരു ബാങ്ക് ലോക്കർ പരിശോധിക്കുന്നതോടുകൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ബാങ്ക് ലോക്കറിനകത്ത് എത്ര രൂപയുണ്ട് അല്ലെങ്കിൽ വേറെ സ്വർണ്ണ ഉരുപ്പടികളോ അങ്ങനെ ബലപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നതൊക്കെ പിന്നീടായിരിക്കും അറിയാൻ കഴിയുക. ഏതായാലും CMRL മായി ബന്ധപ്പെട്ട എക്സാലോജിക്കിൻ്റെ സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത് 2.78 കോടി രൂപയാണ്. യാതൊരു സേവനവും ചെയ്യാതെയാണ് CMRL നിന്ന് ഈ പണം പറ്റിയത് എന്നാണ് വീണ കൈപ്പറ്റിയത് എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന ഒരു ആക്ഷേപം കൂടി ഉയർന്നു. അതോടുകൂടിയാണ് ഈ CMRLൻ്റെ മാസപ്പടി കേസ് ED അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ സജീവമാകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് ഈ ബാങ്ക് ലോക്കർ പരിശോധിക്കുന്നത്. ഈ ബാങ്ക് ലോക്കറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അടുത്ത ദിവസം വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യുക.